എന്താ നിന്റെ പേര്? നിർമ്മല എന്നാ സാർ. ഇപ്പൊ എന്താ പഠിക്കുന്നേ? 10th. നിന്റെ പേരെന്താടാ? എവിടാ സ്ഥലം? എന്റെ പേര് സുനിൽ കുമാർ സാർ. സ്ഥലം മേട്ടുകുപ്പാണ്. രണ്ടുപേരും ലവേഴ്സ് ആണോ? സിൻസിയർ ലവേഴ്സ് സാർ. നീ എന്ത് കണ്ടിട്ടാണ് ഇവനെ ലവ് ചെയ്യുന്നത്? അത് പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് സാർ. കണ്ടപ്പോ പാവാണെന്ന് തോന്നി സാർ, അതുകൊണ്ടാ ലവ് ചെയ്ത്. പാവാണെങ്കി നീ ലവ് ചെയ്യോ? ഇവനെ കണ്ടിട്ട് നിനക്ക് അജിത്തിനെ പോലാണ് തോന്നിയത്? ഒരു കള്ളനെ പോലെ ഇല്ലേ? നിങ്ങളിപ്പോ ഇരുന്ന ആ സ്ഥലത്ത് ഒരു കൊലപാതകം നടന്ന. കൊലപാതകോ? അതുപോലും അറിയാതെ നിങ്ങൾ ആ പ്രണയത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അല്ലേ? എന്താ ശരിയല്ലേ? അല്ല, ഈ പ്രണയത്തിൽ എന്താ ഉള്ളത്? പ്രണയത്തില് എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കൂ സാർ. എടുക്കടാ, അറ്റൻഡ് ചെയ്ത് സംസാരിക്കേ. ഹലോ അമ്മേ, അമ്മേ ഞാൻ ചെറിയ മീറ്റിംഗിലാണുള്ളത്. ഇതെപ്പോ തീരും? നിങ്ങൾ ഏർപ്പാട് ചെയ്തോ? ഞാൻ വന്നേക്കാം. ഫോൺ കട്ട് ചെയ്യണ്ട, ഇങ്ങിതാ താടാ. ആരാ? സുനിൽ കുമാറിന്റെ ഫ്രണ്ടാണോ? ഇന്ന് 11 മണിക്ക് അവനൊരു പെണ്ണിനെ കാണാൻ പോവുകയാണ്. അവനൊന്ന് വേഗം വീട്ടിലേക്ക് പറഞ്ഞയക്കോ? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ, ഒന്ന് പറഞ്ഞയക്കണേ. പെണ്ണിനെ കണ്ടതിന് ശേഷം അവൻ തിരിച്ചു വരൂ. ഇന്ന് നിനക്ക് പെണ്ണ് കാണൽ പ്രോഗ്രാം ഉണ്ടോ? അതെ സാർ. അപ്പോ ഈ പെണ്ണോ? ഇത് ലവ് സാർ, അത് കല്യാണം സാർ. നിന്റെ ഈ മോന്തയ്ക്ക് പ്രേമിക്കാൻ ഒരു പെണ്ണ്, കല്യാണം കഴിക്കാൻ വേറൊരു പെണ്ണുമോ? നിന്നെയൊക്കെ ഉണ്ടല്ലോ തുണി അടിച്ച് മുള്ളുമുറിക്കാൻ കയറ്റണം. എടി പെണ്ണേ, നിനക്ക് വിവരമില്ലേടി? പഠിക്കുന്ന പ്രായത്തിലും അവള് കറങ്ങി നടക്കുന്നു. 15 വയസ്സ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. 10 മാസം ചുമക്കുന്ന പ്രായമല്ല. ഇപ്പൊ കണ്ടില്ലേ? ഇവനെയൊക്കെ വിശ്വസിച്ച് പഠിപ്പും കളഞ്ഞ് ജീവിതം നശിപ്പിക്കാൻ നിൽക്കണ്ട. നിന്റെ വീട്ടുകാരനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നല്ലേ? നീ ഒരു അമ്മയായിട്ട് നിന്റെ മക്കൾ തെറ്റിയുമ്പോൾ അതിന്റെ വേദന നിനക്ക് മനസ്സിലാവും. പോയി വണ്ടി കയറ്. സാർ ഞാനോ? സാർ എന്താ സാർ ഐസ് ബോക്സിന്റെ അടപ്പ്? ഇത് ഐസ് ബോക്സിന്റെ അടപ്പാണോ? അതെ സാർ, ഐസ് ബോക്സിന്റെ അടുപ്പാണ്. അത് തന്നെയാണെന്ന് കൺഫേം ആണോ? അതെ സാർ, കൺഫേം ആണ്. ഇത് ഐസ് ബോക്സ് അടപ്പാണ്. പോയ കൊല്ലം വരെ ഞാൻ ഐസ് കച്ചവടമാണ് ചെയ്തത്. ശരി, വണ്ടി കയറ്. ശരി സാർ. നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് അല്ല സർ, കൺഫേം ആയിട്ട് പറയാ. ആ ദൈവം തന്നെയാ അദ്ദേഹത്തെ കൊന്നത്. എനിക്ക് നല്ലതൊന്നും നടക്കാൻ പാടില്ലെന്ന് ആ ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് ദൈവത്തിനെ സാക്ഷിയാക്കാൻ പറ്റുമോ? ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. സോറി സർ, അവളുടെ അമ്മാവൻ മരിച്ച ദുഃഖത്തിലാ, അതുകൊണ്ടാ. എന്റെ മകൻ നല്ലവനാണ് സർ, അവന് ശത്രുക്കൾ ആരുമില്ല. ഗാന്ധിജിക്ക് പോലും ശത്രുക്കളില്ലായിരുന്നു, എന്നിട്ടും വെടിവെച്ച് കൊന്നില്ലേ? ഈ സ്ഥലത്തൊരു കരിമ്പത്തോട്ടമുണ്ട്. കരിമ്പത്തോട്ടത്തിന് അപ്പുറത്തൊരു വലിയ കുളമുണ്ട്. കുളത്തിന്റെ പുറകിൽ ഒരു വലിയ പമ്പ് സെറ്റ്. ആ പമ്പ് സെറ്റിനകത്ത് വെച്ച് ഇവിടെ നമുക്ക് അങ്ങോട്ട് എടുത്ത് മെയ്യാടോ വരെ. മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന വർണ്ണത്തേരിൽ മണക്കും. നല്ല മണമുണ്ട്. എന്റെ ഭർത്താവ് പോലും എന്നെങ്ങനെ ബൈക്കിൽ കൊണ്ടുപോയിട്ടേ ഇല്ല. എന്നെ എവിടെയും കൊണ്ടുപോകാറില്ല. മരിക്കുന്നവരെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും മറക്കില്ല മുതലാളിമാരെ.
കണ്ടോടാ പിച്ചേ, ചെല്ലമ്മ ചുറ്റിക്കളിക്ക് വരില്ലെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ കണ്ടില്ലേ എമോഷണൽ ആയിട്ട് വരുന്നത്. കാണാൻ നല്ല ചുവന്ന് തുടുത്ത തക്കാളി പോലെ ഞാൻ പഴുത്തത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിട്ടല്ലേ? ജോളി എൻജോയ്. ഭയങ്കര സന്തോഷത്തിലാ. എടാ പിച്ചേ, നിന്റെ കരടിക്കുട്ടിയ ഭാര്യ വരുന്നുണ്ടാ. കരടിയുടെ കയ്യിൽ കുടുങ്ങിയ കാര്യം കട്ടപ്പുകയാകും. ഞാൻ എന്റെ മുഖം മറച്ചോട്ടെ. മാമളെ എടോ അതിലൂടെ തന്റെ മോന്ത കാണാതെ മാറ്റടോ. എടോ എടോ ഇവളെയും കൂട്ടിട്ട് ഇത് എങ്ങോട്ടാ? അതൊന്നുമില്ല ചക്കരെ, ഈ പെണ്ണ് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്ത് കാല് രണ്ടും വേദനിക്കുന്നെന്ന് പറഞ്ഞ് ഓന്ന് ഉച്ചത്തിൽ കരഞ്ഞു. അതാ പാവം വണ്ടിയിൽ കയറ്റി വീട്ടിൽ വിടാന്ന്. എടോ ഇവളുടെ വീട് ആ ഭാഗത്തല്ലേ ഉള്ളത്, നിങ്ങൾ എങ്ങോട്ടാ ഇങ്ങോട്ട് കൂട്ടിട്ട് പോന്നേ? ഈ വഴി ചുറ്റി അങ്ങോട്ട് കൂട്ടിട്ട് പോന്ന് വിചാരിച്ചു. കുയിലിനെ പോലെ ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിലും കുട്ടി ചാത്തനം കൊണ്ട് നടന്നാലേ പറ്റുള്ളൂ അല്ലേ? ഇതാണോ കുയില്? ഓന്ന് ഉച്ചത്തിൽ കരഞ്ഞു. എന്താടി ആര് വിളിച്ചാൽ ഇങ്ങനെ പോവോ നീ? ആഗ്രഹത്തോടെ രണ്ട് മുതലാളിമാരും വിളിച്ച ഞാൻ എങ്ങനെ പോവാതിരിക്കും? പോടി അവിടുന്ന്. എടോ ജോലി ചെയ്യുന്നിടത്ത് കൂട്ടുകാരുണ്ടാവുന്നത് തെറ്റൊന്നുമല്ല. എന്നാ ഇതുപോലെ നെറികിട്ടവന്മാരുടെ കൂടെ കൂട്ടുകൂടിയാ ഒരു ദിവസം ചെരിപ്പ് കൊണ്ടായിരിക്കും കിട്ടുക. ഇമേജ് ഡാമേജ് ആയല്ലോ. എന്താടി ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവന്മാരെ രണ്ടുപേരെ അള്ളിപ്പിടിച്ച് അങ്ങ് ഇരിക്കണോ നീ അവിടെ? ഇറങ്ങടി അവിടുന്ന്. ഡേ, നിൽക്കാൻ അവിടെ. ഡേടി, നിന്നെ ഞാനിത്. ഡാ, എങ്ങോട്ടാടാ? രക്ഷപ്പെടുകയല്ലേ? നീ എന്തായാലും വീട്ടിലേക്ക് വരുമല്ലോ, നിനക്കുള്ളത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ആ നേരം നോക്കി ഈ വണ്ടിയുടെ ഒരു കാര്യം. അഹല്ലേ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിന്റെ മാമൻ ആരെ കൊന്നെന്ന് പോലീസ് കണ്ടുപിടിക്കും. എടോ പിച്ചേ, നമ്മുടെ ഐസുകാരൻ വരുന്നുണ്ടോ? അതെ, അവൻ മാത്രമല്ല ആ അഹല്യയും മകളെ ചെറുക്കനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടോ? ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇങ്ങനെ പോയ ഐസുകാരൻ അവളെ കൊണ്ടുപോകും. നമ്മൾ മെഴിച്ചു നിൽക്കേണ്ടി വരും. ആ വാ, ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ, നിക്കടാ. വഴി മാറി, ഞങ്ങൾക്ക് പോണം. കണ്ടോടാ പിച്ചേ, ഐസുകാരൻ നമ്മളോട് വഴിവിടാൻ പറയുന്നു. അത് ശരി. ഈ തുരുമ്പിച്ച സൈക്കിളാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്, ഈ തിളങ്ങണ സ്റ്റൈല് ബൈക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ടുപേരും മര്യാദയ്ക്ക് വഴിക്കുന്നു മാറിക്കോ. നീ വന്ന് വണ്ടി കയറി ദേവതമാര് തേരില് പോകുന്ന പോലെ ഞങ്ങൾ കൊണ്ടാക്കാന്നേ. നിങ്ങളൊക്കെ വലിയ മനുഷ്യരല്ലേ, ഇങ്ങനെ തകരാറ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണോ? എടോ, തന്നെ വേണമെങ്കിൽ വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞോ, പക്ഷെ ഞങ്ങളെ വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രായമുള്ളവരാക്കാതെ. അങ്ങനെ പറഞ്ഞു നീ എല്ലാം മനുഷ്യനാണോടാ? നിങ്ങൾ സൈക്കിൾ എടുക്കും, നമുക്ക് പോവാം. നല്ല പിടപ്പാണല്ലോ. അല്ല പിന്നെ. കണ്ണടച്ചാ നീ ഐസുകാരനെ കിട്ടുമല്ലോ. എന്താ കെട്ടിയാലോ? എന്താ കെട്ടിയ എന്താന്നാ പറയുന്നത് കേട്ടോ വച്ചേ? എന്തിനാ ചിരിക്കുന്നത്? മുതൽ മര്യാദ സിനിമയില് രാധ ശിവാജിയെ പ്രേമിച്ചില്ലേ? അനക്കൊണ്ട വാ പോലെ ഒരു തലയും നെല്ല് ഗോഡൌൺ മാതിരി ഒരു വയറും ഒരു കാര്യത്തിനും കൊള്ളാത്ത വിറക് പോലെ രണ്ട് കാലും. ഇവൻ മുതൽ മര്യാദയിലെ ശിവാജിയോ? നിങ്ങൾ വാ, നമുക്ക് പോവാം. രാധ സൈക്കിളിൽ പോടാ പോടാ പോടാ. കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന സമയത്ത് നിനക്കൊക്കെ റൊമാൻസോ? പച്ചേ, നീ പറഞ്ഞ പോലെ ആ പെണ്ണ് ഐസുകാരനെ കെട്ടുമെന്ന് തോന്നുന്നുണ്ടല്ലോ. പിച്ചേ, നീ പറഞ്ഞതുപോലെ നടന്നാ എന്റെ തല ഞാൻ മൊട്ടടിക്കൂടാ. ഇത് ചാലഞ്ച്. മുറുക്കി പിടിച്ചോ, അല്ല മത്തങ്ങ വീണതുപോലെ വഴി വീണ് പൊട്ടും. പൊട്ടിയാലും ആദ്യം നിന്റെ മണ്ടയെ പൊട്ടും. അവരങ്ങനെ പറഞ്ഞു വിചാരിച്ച് നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മോളെ. എങ്ങനെ പറയാൻ പാടില്ലായിരുന്നു? എന്നെ കല്യാണം കഴിച്ചോളാന്ന് പറയരുതായിരുന്നു. നീ റാണി പോലെ ജീവിക്കേണ്ടവളാ. ഒരു വാക്കിൽ പോലെ അങ്ങനെ പറയരുത്. വാക്കിന് വേണ്ടി പറഞ്ഞല്ല, സത്യമായിട്ട് പറഞ്ഞ്. പെണ്ണുങ്ങൾക്ക് ഭംഗിയുണ്ടെങ്കിൽ മാത്രം പോരാ, അന്തസ്സും ഉണ്ടാവണം. തുറന്നു പറയണെങ്കിൽ എന്നെ വെച്ചോണ്ടിരിക്കാൻ ഒരുപാട് ആണുങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാ കല്യാണം കഴിക്കാൻ ആരും ആഗ്രഹിച്ചില്ല. അങ്ങനെ ആഗ്രഹിച്ചെന്റെ ഏട്ടനെ ഇപ്പോ ആ ദൈവം കൊണ്ടുപോയി. നിങ്ങളും ഇതുവരെ കല്യാണം കഴിക്കാതെ ഒരു പെണ്ണിനെ അന്വേഷിക്കുകയല്ലേ? മോളെ, നിന്റെ പ്രായം എന്ത്, എന്റെ പ്രായം എന്ത്? ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന്. സുരക്ഷയ്ക്ക് വേണ്ടിയാ ഞാൻ അങ്ങനെ പറയുന്നത്.